പ്രൈസ് ദ ലോർഡ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 4-ാമത്തെ വാക്യം. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം. അങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത് കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം. ഈ മഹാസ്നേഹം എന്ന് പറയുന്നത് അതിൻ്റെ അളവ് എത്രയാ? ഒരു മനുഷ്യനും അളക്കാൻ കഴിയാത്ത ആ മഹാസ്നേഹം. അങ്ങനെ അതിനൊരു പ്രത്യേക അളവില്ലാത്തത് കൊണ്ടാണ് ആ മഹാസ്നേഹം എന്ന് എഴുതിയിരിക്കുന്നത്. യേശു ക്രിസ്തുവിനല്ലാതെ നമ്മെ സ്നേഹിക്കാൻ ഈ ലോകത്തിൽ ആർക്കും കഴിയുകയില്ല. കാരണം അതിന് പറയാൻ കാരണമെന്ന് പറയുന്നത് കർത്താവിന് മാത്രമേ നമ്മളെ സ്നേഹിക്കാൻ കഴിയൂ. മനുഷ്യൻ നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ സുഹൃത്തുക്കൾക്കാകട്ടെ, നമ്മുടെ ബന്ധുമിത്രാദികൾക്കാകട്ടെ, രക്തബന്ധങ്ങൾക്കാകട്ടെ, അവൻ നമ്മെ സ്നേഹിക്കുവാൻ പരിമിതികളുണ്ട്. അവർ നമ്മെ അറിയാതെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, ഹല്ലേലൂയ, ഓരോ മനുഷ്യന്റെയും യഥാർത്ഥമായ സ്വഭാവ ദൂഷ്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തിലുള്ള കുറവുകൾ ഒരാൾ മനസ്സിലാക്കിയാൽ ആ ആളെ സ്നേഹിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ. അങ്ങനെ സ്നേഹിക്കുന്ന സ്നേഹത്തെയാണ് ദൈവ സ്നേഹം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കുറവുകൾ മനസ്സിലാക്കിയും സ്നേഹിക്കുന്ന സ്നേഹത്തെയാണ് ആമേൻ സ്തോത്രം യേശു കർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത്. കർത്താവിന് മാത്രമേ നമ്മളെ സ്നേഹിക്കാൻ കഴിയൂ അതിൻ്റെ കാരണം എന്ന് പറയുന്നത്, നാം ഹല്ലേലൂയ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞ് നമ്മെ സ്നേഹിക്കുന്നു എന്നതിലപ്പുറം തെറ്റ് ചെയ്യുന്നതിന് മുമ്പേ തെറ്റ് ചെയ്യുമെന്ന് അറിഞ്ഞിട്ട് നമ്മെ സ്നേഹിക്കുന്ന സ്നേഹം. ഹല്ലേലൂയ. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമ്മെ സ്നേഹിച്ചു തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി തന്ന കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. ആ മരിച്ചത് എന്താ നമ്മൾ വെളിപ്പെടുത്തുന്നത്? കർത്താവ് നമ്മളോടുള്ള സ്നേഹത്തെ വെളിപ്പെടുത്തുകയാണ്. സ്തോത്രം. ആമേൻ. നന്മ ചെയ്തിട്ട്, ഗുണം ചെയ്തിട്ട് അല്ലെങ്കിൽ നീതിമാന്മാരായ ശേഷമല്ല കർത്താവ് നമ്മളെ സ്നേഹിച്ചത്. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ, നാം പാപം ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മെ സ്നേഹിക്കുന്ന സ്നേഹം. ഹല്ലേലൂയ. ആ സ്നേഹം അതിന്റെ അളവെന്ന് പറയുന്നത് ജീവൻ കൊടുത്ത് നമ്മെ സ്നേഹിച്ചെന്ന, തന്റെ ജീവൻ നമുക്ക് വേണ്ടി കൊടുത്ത് നമ്മെ സ്നേഹിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. പത്രോസിനെ കർത്താവ് സ്നേഹിക്കുമ്പോൾ പത്രോസ് കൂടെ നടക്കുമ്പോഴും അവൻ ഹല്ലേലൂയ പാപം ചെയ്യുമെന്നും തന്നെ തള്ളിപ്പറയുമെന്നും വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് അവനെ സ്നേഹിച്ചു. യേശുവിന്റെ കൂടെ കൊണ്ട് നടന്ന് സ്നേഹിച്ചു. യൂദ അവൻ താൻ തള്ളിപ്പറയുമെന്ന് യൂദ യേശുവിനെ തള്ളിപ്പറയുമെന്ന് യേശു വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് തന്നെ അവനെ സ്നേഹിച്ചു. ഹല്ലേലൂയ. ഒറ്റിക്കൊടുക്കുമ്പോഴും അവനെ സ്നേഹിക്കുന്ന സ്നേഹം, സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ട് സ്നേഹിക്കുന്ന സ്നേഹം, അതെത്ര വലിയ, അതിന് ആഴം അളക്കാൻ കഴിയുമോ? ഒരു മനുഷ്യൻ അതിന് കഴിയുമോ? ശരിക്കും ഒരു മനുഷ്യന് നമ്മളുടെ യഥാർത്ഥമായ സ്വഭാവങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായാൽ, കുറവുകൾ മനസ്സിലായാൽ, തെറ്റുകൾ മനസ്സിലായാൽ, നമ്മുടെ ഉള്ളിലിരിപ്പ്, ഒരു മനുഷ്യനെ കുറിച്ച് ചിന്തിക്കുന്ന ചിന്തകൾ മനസ്സിലായാൽ, ഗ്രഹിച്ചാൽ, പിന്നെ ആ മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയില്ല. പിന്നെ ഈ ചിന്ത വെച്ചുകൊണ്ടായിരിക്കും ആ മനുഷ്യനോട് ഇടപെടുക. എന്നാൽ ഹല്ലേലൂയ, കർത്താവിന്റെ സ്നേഹം എന്ന് പറയുന്നത് നാം എന്തൊക്കെ ചെയ്യുമെന്നറിഞ്ഞിട്ടും, തെറ്റ് ചെയ്യുമെന്നറിഞ്ഞിട്ടും, തെറ്റ് ചെയ്തിട്ടും ആ സ്നേഹത്തിന് കുറവ് വന്നില്ല എന്നുള്ളതാണ്. എന്തിനാണ് കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത്? ഹല്ലേലൂയ. കർത്താവ് ഒരു മനുഷ്യനും നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. കർത്താവിന്റെ സ്നേഹം നമ്മെ നിത്യതയിൽ എത്തിക്കുന്നത്, ആ നിത്യതയിൽ എത്തണമെന്നുള്ള കർത്താവിന്റെ ആഗ്രഹമാണ് ആ സ്നേഹത്തിന്റെ അടിസ്ഥാനം. ഹല്ലേലൂയ. ആ സ്നേഹത്തിന്റെ കാരണമത നാം ആരും നഷ്ടപ്പെടാതെ കർത്താവിനോട് കൂടെ വാഴണം എന്നുള്ള ആഗ്രഹമാണ്. സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ടാണ് കർത്താവ് നമ്മെ സ്നേഹിക്കുന്നത്. കർത്താവിന് എന്തെങ്കിലും നേടുവാനല്ല, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാ. ഹല്ലേലൂയ. നാം തെറ്റിപ്പോകുമ്പോഴും ആ സ്നേഹത്തിന്റെ അളവിന് കുറവില്ല. ഹല്ലേലൂയ. മനുഷ്യന്റെ സ്നേഹത്തിന്റെ അളവിന് കുറവ് വരും, നോട്ടത്തിന് വ്യത്യാസം വരും, ഭാഷയ്ക്ക് വ്യത്യാസം വരും. ഹല്ലേലൂയ. എല്ലാത്തിനും വ്യത്യാസം വരും. ഹല്ലേലൂയ. അവൻ നമ്മുടെ സ്വഭാവം അറിയുമ്പോൾ, എന്നാൽ ആ സ്വഭാവം അറിഞ്ഞ് നമ്മളെ സ്നേഹിക്കാൻ യേശുവിന് മാത്രമേ കഴിയൂ. ധൂർത്തപുത്രൻ, ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ധൂർത്തപുത്രന്റെ കഥ നാം വായിക്കുമ്പോൾ, അപ്പന്റെ സ്വത്തും ഹല്ലേലൂയ വാങ്ങിക്കൊണ്ട് ദൂരദേശത്തേക്ക് യാത്രയായി. അപ്പന്റെ ഭവനത്തിൽ നിന്ന് ദൂരെ പോയി ദുർനടപ്പുകാരനായി ജീവിച്ച്, ഹല്ലേലൂയ, ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഇങ്ങനെ വായിക്കുകയാ, ദുർനടപ്പുകാരനായി ജീവിച്ച് വസ്തു നാനാവിധമാക്കി കളഞ്ഞു. ഹല്ലേലൂയ. എന്നിട്ടും ആ അപ്പൻ തന്റെ മകന് വേണ്ടി കാത്തിരുന്നു. ഹല്ലേലൂയ. മടങ്ങി വരുവോളം കാത്തിരുന്നു. ഒരു ദിവസമല്ല, 2 ദിവസമല്ല. മനുഷ്യൻ സാധാരണ കാത്തിരിക്കുന്നു. ഒരു ലിമിറ്റ് ഉണ്ട്.
ഹല്ലേലൂയ. അത് കഴിയുമ്പം പറയും അവനവന്റെ ഇഷ്ടത്തിന് പോയിക്കൊള്ളട്ടെ എന്ന് പറയും. എന്നാൽ കർത്താവ് ഹല്ലേലൂയ സ്വർഗീയ പിതാവ് നമുക്ക് വേണ്ടി അവൻ മടങ്ങി വരുന്നിടം വരെയും കാത്തിരിക്കുന്ന ഒരു സ്നേഹമുണ്ട്. ഹല്ലേലൂയ. ആ സ്നേഹത്തിന് പകരം നൽകുവാൻ ആർക്ക് കഴിയും? ഇങ്ങനെ സ്നേഹിക്കാൻ യേശുവിന് മാത്രമേ കഴിയൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെ സ്നേഹിക്കുവാൻ, എന്നെ സ്നേഹിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. കാരണം അറിഞ്ഞ് സ്നേഹിക്കുന്നതാണ് സ്നേഹം. കുറവുകൾ മനസ്സിലാക്കി, തെറ്റുകൾ മനസ്സിലാക്കി സ്നേഹിക്കുന്നത് തന്നെയാണ് സ്നേഹം. മടങ്ങി വരുന്നിടം വരെയും സ്നേഹിക്കുന്നതാണ് സ്നേഹം. ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നതാണ് സ്നേഹം. അങ്ങനെ സ്നേഹിക്കാൻ മനുഷ്യന് കഴിയില്ല. ആമേൻ. അത് ദൈവത്തിന് മാത്രമേ കഴിയൂ. അത് യേശുക്രിസ്തുവിന് മാത്രമേ കഴിയൂ. ജീവൻ കൊടുത്ത് സ്നേഹിക്കാൻ, ജീവൻ കൊടുത്ത് സ്നേഹിക്കാൻ, തന്റെ പ്രാണൻ കൊടുത്ത് സ്നേഹിക്കാൻ ഒരു മനുഷ്യനും കഴിയില്ല. അത് യേശുക്രിസ്തുവിന് മാത്രമേ കഴിയൂ. ഹല്ലേലൂയ. ഈ സ്നേഹം വിട്ട് നമുക്ക് ഓടുവാൻ കഴിയുമോ? ഇനി ആ സ്നേഹം വിട്ട് നമുക്ക് ലോകത്തിലേക്ക് ഓടിപ്പോകാൻ കഴിയുമോ? ഇനി ആ സ്നേഹം വിട്ട് അപ്പന്റെ ഭവനം വിട്ട് ഓടിപ്പോകാൻ കഴിയുമോ? ഹല്ലേലൂയ. ഇനി ആ ധൂർത്തപുത്രൻ അപ്പന്റെ ഭവനം വിട്ട് ഓടിപ്പോകാൻ അവന് കഴിയുമോ? ഹല്ലേലൂയ. തനിക്ക് വേണ്ടി കാത്തിരുന്ന പിതാവിനെ അവൻ ചുംബിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല. ഹല്ലേലൂയ. ഇനി അവൻ ഓടിപ്പോകാൻ കഴിയുമോ? ഇനി അവന്റെ ഓഹരി വാങ്ങിക്കൊണ്ട് ഓടിപ്പോകാൻ കഴിയുമോ? ഹല്ലേലൂയ. ഒരിക്കലുമില്ല. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ സ്നേഹിക്കുന്ന സ്നേഹത്തിന്റെ അളവ് നമ്മൾ നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് മാറ്റരുത്. ഹല്ലേലൂയ. സ്തോത്രം. ആ അളവ് പോലല്ല കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത്. ഹല്ലേലൂയ. ഇത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നത് നമുക്കൊരു വാസസ്ഥലം കർത്താവ് ഒരുക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി ഒരുക്കുന്ന വാസസ്ഥലത്ത് നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയാ ആ കർത്താവ് ആ സ്നേഹം നമ്മളിൽ പകരുന്നത്. ഹല്ലേലൂയ. ആമേൻ. ആ സ്നേഹം വിട്ട് നമുക്ക് ഓടുവാൻ കഴിയില്ല. ഇനി ലോകത്തിന്റെ സ്നേഹത്തിലേക്ക് പോകുവാൻ, ഈ സ്നേഹത്തിന്റെ പകരമായി മറ്റൊരു സ്നേഹം കണ്ടെത്തുവാൻ നമുക്ക് കഴിയുകയില്ല. ഹല്ലേലൂയ. ആമേൻ. ദൈവസ്നേഹത്തിൽ വസിക്കാൻ